എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ടൂർ സാണ്ടക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണുള്ളത്. ഒരു പാർക്കും ഒരു ഫാമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്. ഡയാന ചേച്ചിയാണ് അതിൻ്റെ ആള്. അപ്പോൾ ഡയാന ചേച്ചി ഇവിടെ എന്താണുള്ളത് നിങ്ങളോട് പറഞ്ഞുതരും. ഒരു 3 ഏക്കറിനകത്ത് പാർക്കും ഫാമും ഇതിലെല്ലാം ഉണ്ട്. പാർക്കിനകത്ത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേ റൈഡുകൾ, പൂള്, സ്വിമ്മിംഗ് പൂള്, ബോട്ടിങ്, സൈക്ലിങ്, പിന്നെ ഗാർഡനായിട്ട് സ്പൈസസിൻ്റെ ഗാർഡനുണ്ട്, ആയുർവേദിക് ഗാർഡനുണ്ട്, പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഗാർഡനുണ്ട്. അതായത് ഒരു നാച്ചുറലായിട്ടൊരു വാട്ടർഫോളുണ്ട്, ട്രക്കിങ്ങിനുള്ള സ്ഥലമുണ്ട്. പിന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ബെഡ്റൂമുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു ചെറിയ കിച്ചൺ ഉണ്ട്, അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാം. വന്ന് കണ്ടിട്ട് അന്ന് തന്നെ പോകണമെങ്കിൽ അങ്ങനെ പോകാം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിലൂടെ കാണാം. ഞങ്ങളിവിടെ ഉള്ളത് 3 ഫാമിലീസ് ആണ്. ഞങ്ങള് 3 ഫാമിലീസും ഇടക്ക് ഓരോ ട്രിപ്പൊക്കെ അടിക്കാറുള്ള ആൾക്കാരാണ്. ഇതിനു മുമ്പും ഞങ്ങളുടെ 3 ഫാമിലിയുടെയും കൂടിയുള്ള വീഡിയോസ് ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ യാത്ര ജനുവരി 1 അതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. കേരളം മുറിപ്പിച്ചാണ് ഇപ്രാവശ്യത്തെ ടൂറിന് തുടങ്ങുന്നത്. അതായത് ഓണത്തിനൊക്കെ പോണം. വളക്കള്ളേക്ക സ്റ്റോപ്പ്. ഇവിടെ 2 പോണ്ടുകളുണ്ട്. അതിലൊരു പോണ്ടാണിത്. ഈ പോണ്ടില് നമുക്ക് പെഡൽ ബോട്ടിങ്ങും ആസ്വദിക്കാം. കൂടാതെ ഇവര് കുറച്ച് മീനുകളെ ഇതിൻ്റെ അകത്ത് വളർത്തുന്നുണ്ട്. പിന്നെ വലിയ റിസ്ക് ഒന്നുമില്ല. നമുക്ക് അധികം വെള്ളമില്ല, 3-4 അടി വെള്ളം ഉള്ളെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫിഷ് പെഡിക്യൂറൊക്കെ ഇവിടെ ചെയ്യാം. പക്ഷെ കുറച്ച് വലിയ മീനാണ് വന്ന് നമ്മളെ ട്രീറ്റ് ചെയ്യണേന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് വലുതാണ്, എന്നാലും കുഴപ്പമില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ റൈഡിലും അവര് കയറിയാല് ഒരു പ്രശ്നവും ഇല്ല. കാരണം നമ്മൾ പല സ്ഥലത്തും പോകുമ്പോഴത്തേക്കിനും കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഇങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ടാവും. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ മുതിർന്ന ആൾക്കാർ കയറിയാല് അവര് അത് പാടില്ലെന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്ത് സാധനത്തിലും നമ്മൾ കയറിയാല് അവര് പ്രോത്സാഹിപ്പിക്കണ കയറിക്കോന്നും. ഇവിടെ ക്യാമ്പ് ഫയറും അറേഞ്ച് ചെയ്ത് തരും. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്, നല്ലൊരു ആംബിയൻസ് ആണ്, സൗണ്ട് സിസ്റ്റവും നല്ലതാണ്. ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോന്നു. നല്ല തണുത്ത വെള്ളം വരുന്നു. ടെമ്പറേച്ചർ ഒരു 19 ഡിഗ്രി വരെയൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ചില സമയത്ത് 20 ഒക്കെ ആയിരുന്നു. എന്നാലും നമുക്ക് ഇവിടെ എറണാകുളത്ത് നിന്ന് പോകുന്ന ആൾക്കാർക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യും. ഇവിടെ ഡിസംബർ ആയാലും ജനുവരി ആയാലും ഒരു തണുപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോ ഭയങ്കര തണുപ്പായിട്ടാണ് തോന്നിയത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇവിടെ 2 പോണ്ട് ഉണ്ടെന്ന്. അതിൻ്റെ അകത്ത് 2ാമത്തെ പോണ്ടാണത്. ഇതിൽ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് കുറെ മീനെ വളർത്തുന്നുണ്ട്. മീന് നമുക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്താൽ ഇതായിരിക്കും ഏതാണ്ട് അവസ്ഥ. ഇവിടെ സ്പൈസസിന്റെ ഗാർഡനും ഫ്രൂട്ട്സിന്റെ ഗാർഡനും പിന്നെ ആയുർവേദിക് ഗാർഡനൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണത്. ഈ പ്രോപ്പർട്ടിയിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ഇപ്പൊ മഴ പെയ്തിട്ട് കുറച്ച് ദിവസമായി ഇവിടെ. അപ്പൊ അതുകൊണ്ട് അധികം വെള്ളമില്ല. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതൊരു മലയുടെ ചരിവാണ് ഈ പ്രദേശം. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ട്രക്കിങ് പോലെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണ ഒരു ഏരിയമാണിത്. വെള്ളച്ചാട്ടം കുറച്ച് മഴയൊക്കെ പെയ്ത് കുറച്ചും കൂടെ നല്ല വെള്ളച്ചാട്ടം ആണെങ്കിൽ ഇവിടെ നമുക്കൊരു കുളിയൊക്കെ നടത്താം. അടിപൊളിയായിരിക്കും. മുഹമ്മദ് നബിയുടെ വാക്കുകളാട്ടോ. മരം ഉണ്ടോ? യെല്ലോ പപ്പായ നല്ല സ്ട്രോങ് മരമാണ്. ഫ്രൂട്ട്സ് ഗാർഡനിലേക്കുള്ള വഴിയാണ് ഇവിടെ.
നമ്മളിങ്ങനെയുള്ള ഗാർഡനൊക്കെ വിസിറ്റ് ചെയ്യാൻ വേറെ എവിടെയെങ്കിലും പോയാൽ ഒരു ഇല പറിക്കാൻ പോലും അവർ സമ്മതിക്കാറില്ല അവിടെ നിന്ന്. ഇവിടെ അങ്ങനെയല്ല, ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടായി കിടക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളോടത് പറിച്ചോ കഴിച്ച് നോക്കിക്കോ എന്നാണ് അവർ പറയണത്. അത്ര ഒരു ഫ്രണ്ട്ലി ആണ് ഇവർ. അങ്ങനെ വേറെ കടുംപിടുത്തങ്ങളോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇല ഇപ്പം നല്ല സ്മെല്ലൊക്കെയുള്ള ഇലയാണെങ്കിൽ അത് പൊട്ടിച്ച് മണത്ത് നോക്കാൻ പറയും, ഫ്രൂട്ട്സ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും. കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് ഷാജിപ്പാപ്പൻ്റെ മെയിൻ സാധനം നീലക്കൊടുവേലി. ഇതിനെ ഒരു വെള്ള പൂ, നീല ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു പൂവുണ്ടാവും. ഇത് വേര് വെള്ളത്തിൽ, ഇത് ശരിക്കും ഒറിജിനൽ ആണെന്ന് അറിയാൻ വേണ്ടി വേര് വെള്ളത്തിലിട്ട സാധാരണ എല്ലാം ഒഴുക്കിന് ഉപ്പുമല്ലേ നേരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സത്യമാണ്. വലുതായിരുന്നു കായം. ഓരോ തുളസി ഓരോ സ്മെല്ലാണ്. സ്മെല്ല് ചെയ്ത് നോക്കി ഇതിൻ്റെ ഇലയെല്ലാം പറിച്ചിട്ടാ. തുളസിയാണ് ഇത്. വേറെ തുളസിയല്ലേ? പനിക്കൂർക്ക. അത് വീടിൻ്റെ വീട്. ചുമക്കൂർക്ക. ചുമക്ക് ഉപയോഗിക്കണാണ്. അത് ശരി. എടപ്പള്ളി പള്ളിയിലുള്ള സാധനമാണ്. ഉണ്ടായിരുന്നു നേരത്തെ പോയ ദോശ. സ്മെല്ല് ചെയ്ത് നോക്കി എല്ലാ സ്പൈസസിന്റെ സ്മെല്ലില്ലേ. രാസനാദിപ്പൊടി. അത് ഇതിന്റെ കിഴങ്ങ്. ഓക്കെ ഓക്കെ. രാസനാദി ഇല്ലേ നമ്മൾ അതിന്റെ എന്റെ വീഡിയോ എടുക്കാനല്ല ഉദ്ദേശിച്ചത്. ഓറഞ്ചിന്റെ ചെടി ആണോ? ഞാൻ പാപ്പിന്റെ പൊട്ടേപ്പാടം പോലെ അതാ നെറ്റ് നോക്കിയാ കാണാം. ഇല്ലല്ല ബൾക്ക് ഇതായിട്ടുള്ള സ്ഥലമില്ലേ, ഇതായിട്ടുള്ള അത് ബ്ലാക്ക് കളർ. ഇതൊക്കെ ഇത് ബറാബയൊക്കെ നന്നായിട്ടുണ്ടാകുന്ന, അത് കുരു വീണ നിൽക്കുന്നതാണ്. ഇത് ചൂടിലും നന്നായിട്ടുണ്ടായി. ഈ കാപ്പിക്കുരു പോലെ ഉണ്ടാകുന്നത് ഈ സാധനമാണ്. ഇത് കെപ്പല്ല, പെർഫ്യൂം ഫ്രൂട്ട് എന്ന് പറയും. ഇത് കഴിച്ചാല് നമ്മുടെ ഈ യൂറിനും വേർപ്പും ഒക്കെ പെർഫ്യൂമിന്റെ സ്മെല്ലാണ്. കിട്ടാൻ വല്ല മാർഗമുണ്ടോ? പെർഫ്യൂം ഫ്രൂട്ട്. ഇതൊക്കെ ഒരു ഇത്രയുള്ള തൈക്ക് 3000 രൂപ വില, അത്രയുള്ളതാ ഈ രണ്ട് സാധനം. പണ്ട് ഇപ്പോഴാ അത് ഈ പുറത്തായത്. നേരത്തെ പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത് ഈ ഫ്രൂട്ട് കഴിച്ചാൽ നമ്മുടെ വേർപ്പും യൂറിനും പെർഫ്യൂമിന്റെ സ്മെല്ലാണ്. കസ്തൂരിമാന്റെ അതിന്റെ ഉണ്ടാവേണ്ടത് ഫ്രൂട്ട്. ഉണ്ടാവും, നമ്മുടെ ഇവിടെ ഉണ്ടാവും. ഇത് ഉണ്ടാവും. നമ്മളവിടെ മാംഗോ മെഡോസിന്റെ ഇത് ഫിംഗർ ലെമനാണ്. അതെന്തോ കുത്തിയിട്ടുണ്ടെന്നോളൂ. കുഴപ്പമില്ല, നാച്ചുറൽ. നമുക്ക് അവർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കണ്ടേ? അതിനാട്ടാ പാവം വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് ഇവരുടെ ഈ ഗാർഡനിൽ കൂടിയുള്ള നടത്തം ഭയങ്കര റിഫ്രഷിംഗ്. പോരാത്തതിന് ഈ ആയുർവേദിക് ഗാർഡനിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ പല പല ഇലകളുടെയൊക്കെ നല്ല സ്മെല്ലൊക്കെ കിട്ടും. പിന്നെ ഇങ്ങോട്ട് അകത്തോട്ട് മരങ്ങൾ, ചുറ്റിനും മരങ്ങൾ കാട് പിടിച്ച പോലെ നിൽക്കണമുണ്ട്. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫീലാണ് ഇതിനുള്ളിൽ. അടിപൊളിയാണ്. ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ നിൽക്കുമ്പോഴുള്ള ഒരു ഇത് തോന്നണത്, നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നണം, ഇവിടെ തീരെ കാറ്റ് ഉണ്ടാവില്ല പ്രോപ്പർട്ടിയിൽ. കാരണം ചുറ്റിനും മലകളാണ്. അപ്പോൾ ഇത് നടുക്കായതുകൊണ്ട് ഭയങ്കര കാറ്റ് കുറവായിട്ടാണ് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ഈ പാറയുടെ മേളിൽ കയറി നിന്നാൽ മാത്രം അത്യാവശ്യം കുറച്ച് കാറ്റൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ്. നല്ല കാറ്റാണ് ഇവിടെ ഈ പാറമേൽ. അതുകൊണ്ടാണ് ഒരു സ്റ്റെയറൊക്കെ അടിച്ച് ഇങ്ങനെ സെറ്റപ്പ് ആക്കി ഇട്ടേക്കണം. ഒരു നല്ല ഫീൽ ഉണ്ട് ഇവിടെ. തോട്ടത്തിലെ നടത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് അങ്ങ് ഇറങ്ങി. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഈ പൂള് നല്ല നീറ്റാണ്, നല്ല സെറ്റപ്പാണ്. പക്ഷെ അത്യാവശ്യം ആഴമുണ്ട്. പിള്ളേരായിട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. ഒരു 5.5 അടി 6 അടിക്ക് മേളിൽ ആഴമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് പിള്ളേരായിട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചത്. പിന്നെ ഇവിടെ ലൈഫ് ജാക്കറ്റും ഇതൊക്കെ ഉണ്ട്, എന്നാലും കുറവാണ്. അപ്പൊ അതൊന്നും സൂക്ഷിക്കും.
നീ അവിടെ പോയി തൊട്ടാ മതി. ഇയാള് എന്തോ സ്പെഷ്യൽ കുഞ്ഞേ പുള്ളിക്കാരനെ എപ്പോഴും അഴിച്ചുവിടാറുള്ള അഴിച്ചുവിടാത്തതിന്റെ ദേഷ്യം ഇവിടെ ഇനി പല പല ഗെയിമിനുള്ള വീഡിയോ ആക്ടിവിറ്റീസിനൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ എൻജോയ് ചെയ്യാം. അത്യാവശ്യം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഭിലാഷങ്ങൾ ഇതാണ് കൊച്ചുങ്ങളെ വെറുതെ ചെറിയ കുട്ടികളെ സ്കൂളിൽ നിന്ന് ടൂർ ഒരുപാട് ഇവിടെ കൊണ്ടുവരാറുണ്ടെന്നാണ് ഇവർ പറയണം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ സ്കൂളുകാർക്കൊക്കെ തിരഞ്ഞെടുക്കാവുന്ന ഒരു സ്ഥലമാണ്. വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കളിക്കാൻ പറ്റിയ ഒരു ഹെലികോപ്റ്റർ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് താനും. അപ്പം അതുകൊണ്ട് അവർക്ക് നല്ലത് തന്നെയാണ്. ഞാനിപ്പോ ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ ഹെലികോപ്റ്റർ റൈഡ് പൊങ്ങണേ അയാള്. ഇങ്ങോട്ട് ചാടാ, അപ്പുറത്ത് അടുത്തതിന്റെ അതോട്ട് വേടാ. ഡെൻസലിന്റെ വീഴ്ച ഞങ്ങൾ ലൈവ് എടുക്കാം. ആ പാമ്പുണ്ടെങ്കിൽ അല്ല വേറല്ലേ എനിക്ക് പേടി. അപ്പൊ അടുത്തത് അതാ കാല് കൊടുത്ത് അതെ തന്നെ. അപ്പൊ ഈ കൈ നിവർത്തി പൊങ്ങ പൊങ്ങട്ടെ. അത് തന്നെ ചവിട്ടിയാണ് പൊങ്ങ് വലിക്ക്. പൊങ്ങ് ഓക്കെ. സേഫ്. അത് തന്നെ. ചാട് ചാട്. ഇത് ചവിട്ടി പൊങ്ങാട് പൊങ്ങട്ടെ പൊങ്ങട്ടെ. വിട്ടോടാ. നല്ല ഭംഗിയായിട്ട് ഇവിടെ ആമനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ ദിനോസർ. ഇവിടെ ഒരുപാട് സ്ഥലത്തെ വെള്ളത്തിന്റെ ചാലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കിണർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മേളിൽ നിന്നൊക്കെയുള്ള വെള്ളം ഉറവായിട്ട് വരുന്നതാണ്. എന്നിട്ട് അതൊരു പൈപ്പിട്ട് അവർ കളയുന്നുണ്ട്. ഇതുപോലെ പല സ്ഥലത്തും ഇവർക്ക് നല്ല വെള്ളത്തിന്റെ ലഭ്യതയുണ്ട്. നമ്മൾ കണ്ട ആ വെള്ളം പൈപ്പ് ഇട്ടിട്ട് അവർ ഈ പോണ്ടിലേക്ക് കൊടുത്തേക്കണം. അപ്പൊ അത് ഗുണമെന്ന് വെച്ചാൽ ഈ പോണ്ടിൽ നിന്ന് ഓവർഫ്ലോ തന്നെ വെള്ളം പോകാൻ വേറെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എപ്പോഴും വെള്ളം നല്ല ഫ്രഷ് വെള്ളം ഈ പോണ്ടിൽ വന്ന് മാറി ക്ലീൻ ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഈ പ്രോപ്പർട്ടിയിൽ. അത് ഇതിൻ്റെ ഒരു ഭയങ്കര വലിയൊരു പ്ലസ് ആണ്. ഈ സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ പോലും എപ്പോഴും ഒരു ഫ്രഷ് വാട്ടർ നല്ല ഫിൽറ്റർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറ്റി ഇറക്കി വിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോറിൻ്റെ ഒന്നും സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ അത്. അതൊരു കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ, സെറ്റപ്പ് ആയിട്ട്. കുഴപ്പമില്ല, അത്യാവശ്യം സൗകര്യമുണ്ട്. ഒരു ഇലക്ട്രിക്കൽ സ്റ്റൗ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ചെറിയ ബെഡ്റൂം, അത്യാവശ്യം ഉപയോഗിക്കാം. ഇത് ബാത്റൂമിൽ ഒരു പാട്ട് പാടുന്നുണ്ട് അഭിലാഷ്. പാട്ട് പറഞ്ഞു ബാത്റൂമിൽ. ഇത് മറ്റൊരു ബെഡ്റൂം, എക്സ്ട്രാ ബെഡുകളൊക്കെ ഇട്ടിട്ടുണ്ട്. കബോർഡ് ഉണ്ട്, നല്ല കബോർഡാണ്. ഇതിൻ്റെ അത് അത്യാവശ്യം ബെഡ്ഷീറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമുക്കിത് ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഇത് മറ്റൊരു ബെഡ്റൂം. ഇതിനകത്ത് കുറച്ച് ചിത്രപ്പണിയൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളതിൽ നല്ല ബെഡ്റൂം ഇതാണ്. ഇതിൻ്റെ അകത്തുണ്ട് സെയിം ഒരു കബോർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് 2 ബാത്റൂം ഉള്ളെങ്കിലും പുറത്തൊരു 10 ബാത്റൂം ഉണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് പുറത്തുള്ളത്. പിന്നെ ഞങ്ങൾക്ക് 3 ഫാമിലിക്ക് ശരിക്കും ഇത് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു ഈ സൗകര്യം. റൂമുകളൊക്കെ കുറച്ച് ചെറുതാണ്, അതുകൊണ്ടൊക്കെ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ യൂസ് ചെയ്തു. കോണ്ടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഇങ്ങോട്ടേക്കുള്ള റൂട്ട് അത്യാവശ്യം കൃത്യമായിട്ട് മനസ്സിലാവും.
ഇത് ഇവിടെ വന്നാൽ പോകാൻ പറ്റിയ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നമ്മളുടെ ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ പോയാൽ ഈ പറഞ്ഞ വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും. ഭയങ്കര ഫേമസ് ഒന്നുമല്ല, പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നമ്മളുടെ ഈ ഡയാന ചേച്ചി തന്നെയാണ് നിർദ്ദേശിച്ചത് ഇങ്ങോട്ടൊന്ന് പോയി ഇതൊന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കോട ഉണ്ട്, ആ കാണുന്നതൊക്കെ നല്ല കോടയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് വ്യൂ കുറച്ച് അത്ര അങ്ങോട്ട് സുഖമില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു സ്പോട്ടാണത്. പിന്നെ ഈ വ്യൂ പോയിന്റിന്റെ ഒരു പ്രത്യേകത, കഷ്ടപ്പെട്ട് കുറെ കയറ്റമൊന്നും കയറി നടക്കൊന്നും വേണ്ട. കയറ്റം മുഴുവൻ വണ്ടി കയറി ടോപ്പ് വരെ വണ്ടി കയറിക്കോളും. പിന്നെ അവിടെ നിന്ന് ഒരിത്തിരി അങ്ങ് നടക്കാനേ ഉള്ളൂ. ഈ വണ്ടി ഇടണ ഇവിടെ നിന്ന് ഒരിത്തിരി അങ്ങ് നടന്നാൽ നമുക്ക് വ്യൂ പോയിന്റിലേക്ക് എത്താം. ഇടുക്കി ഡാമിന്റെ വെള്ളമാണ് കിടക്കണേന്ന് കുറച്ച് വെള്ളമാണെന്ന് ചെക്ക് ചെയ്യാൻ. നല്ല കോടയുണ്ട്, നല്ല ദൂരത്തിലാണ് ഈ കിടക്കണ. കണ്ടാ ഇത് കാൽവരി മൗണ്ട് ആണ്. കാൽവരി മൗണ്ട് ഇടുക്കിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ്. നമ്മൾ നേരത്തെ കണ്ട വ്യൂ പോയിന്റിൽ ആർക്കും 10 പൈസ കൊടുക്കണ്ട, നമുക്ക് എത്രയേരം വേണമെങ്കിലും ചെലവഴിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 രൂപ വെച്ച് ടിക്കറ്റിന് ചാർജ് ചെയ്യും. സർക്കാരിന്റെ പോക്കറ്റിലാണ് ആ കാശ് പോണത്. പിന്നെ നമ്മളുടെ വണ്ടികൾക്കും കാറിനൊക്കെ 20 രൂപ വെച്ച് ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ വൈകിട്ട് മാക്സിമം 6 മണി വരെയൊക്കെ ഇവിടെ ഇരുത്തോളൂ. അത് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് വിട്ടോളാൻ പറയും. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ നല്ല കുറെ ആൾക്കാർ, കുറെ ടൂറിസ്റ്റുകൾ വന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണത്. ഇതും നല്ല ഒരു വ്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഇടുക്കി ഡാമിന്റെ ആ ഒരു വെള്ളം കിടക്കുന്നതാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. പക്ഷെ ഇപ്പം കോട കുറവാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ്. കോട ഇങ്ങനെ കിടക്കണ കാരണം അതിന്റെ ഒരു ഭംഗി അങ്ങോട്ട് മര്യാദ കിട്ടൂല. പക്ഷെ ഇവിടെ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലൊരു ആംബിയൻസ് ആണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.